ഹരി ഓം. ശ്രീമദ് ഭാഗവതം 7ാമത്തെ സ്കന്ധം, സപ്തമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 25ാമത്തെ ശ്ലോകം. നിശമ്യൈത സുതവജോ ഹിരണ്യകശിപുസ്തത ഗുരുപുത്രമുവാചേതം രുഷാ പ്രസ്ഫുരിതാധര. അധരം എങ്ങനെയായി? ചലിക്കുന്ന വിറയ്ക്കുന്ന ചുണ്ടുകളോട്. അതങ്ങനെ ചുണ്ടുകൾ വിറയ്ക്കുന്ന എപ്പോഴാണ്? ദേഷ്യം വരുമ്പോഴേ. സുതവച, ആ സുതൻ്റെ വാക്യത്തെ കേട്ടിട്ട്, എൻ്റെ പുത്രൻ്റെ വാക്യത്തെ കേട്ടിട്ട് രോഷത്താൽ ചലിക്കുന്ന അധരത്തോടു കൂടിയ ഹിരണ്യകശിപു തഥാ അപ്പോൾ ഗുരുപുത്രനായ ആരാണ്? ചണ്ടാമർക്കന്മാർ അവരോട് ചോദിച്ചു. ഇതം ഉവാച, ഇപ്രകാരം പറഞ്ഞു. എന്താണ്? ബ്രഹ്മബന്ധോ കിമേതത്തെ വിപക്ഷം ശ്രയതാ സദാ അസാരം ഗ്രാഹിതോ ബാലോ മാമനാദൃത്യ ദുർമതേ. എന്താണ് ചോദിച്ചത്? ബ്രഹ്മപുത്ര, അതായത് ബ്രാഹ്മണ ആധമ എന്ന് വിളിക്കുക, മകൻ, ആചാര്യൻ്റെ മകനെ, ഗുരുവിൻ്റെ മകനെ. നിങ്ങൾ എന്നാ എൻ്റെ മകനെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്? ശത്രുപക്ഷത്തെക്കുറിച്ച് ആശ്രയിക്കുന്നതായിട്ടുള്ള അസത്തായ കാര്യങ്ങളാണോ എൻ്റെ കുട്ടിയെ നീ പഠിപ്പിക്കുന്നത്? എങ്ങനെയാണ് അവനിതൊക്കെ മനസ്സിലാക്കിയെടുത്തു? സന്ദേഹ്യ സാധവോ ലോകേ ദുർമൈത്രാത് ഛദ്മവർഷിണഃ. ആ വാക്കിങ്ങനെയാണ്: ദുർമൈത്രാത് ഛദ്മവേഷിണഃ. കപട വേഷത്തോടു കൂടിയ ഛദ്മവേഷിണഃ തേഷാം ഉദേത്യാഖം കാലേ രോഗപാതകിനാമിവ. ദുഷ്ടമായ മിത്രഭാവത്തോടെ കൂടിയവരും കപടവേഷത്തോടു കൂടിയവരുമായ ഈ ദുർജനങ്ങൾ ഈ ലോകത്തിൽ ഒരുപാടുണ്ട്. തേഷാമഹം, അവരുടെ എല്ലാം പാതകം ചെയ്തവരുടെ രോഗം രോഗമെന്ന പോലെ ചില സമയത്തിൽ സ്പഷ്ടമാകുന്നു. എന്നുവെച്ചാൽ അവർ ശാസിക്കുക, ഇങ്ങനെ ഇത് പറഞ്ഞു കൊടുത്തത് നിങ്ങളാണ് ഈ തെറ്റായിട്ടുള്ള രീതി പറഞ്ഞു കൊടുത്തത്, ഭഗവാന്റെ കാര്യം പറഞ്ഞു കൊടുത്തത് ഈ ഗുരുപുത്രന്മാരാണെന്നുള്ള രീതിയിൽ. എന്നിട്ട് നിങ്ങൾ വേഷം മാറി കപട ഇതായിട്ട് അഭിനയിക്കുക ചെയ്തതെന്ന് അവരെ കുറ്റപ്പെടുത്തി. ഗുരുപുത്ര ഉവാച, അപ്പോൾ ഗുരുപുത്രന്മാർ പറഞ്ഞു. അത് പ്രസിദ്ധമായൊരു ശ്ലോകമാണ്. ന മത് പ്രണീതം ന പരപ്രണീതം സുതോ വദത്യേഷ തവേന്ദ്രശത്രോ നൈസർഗികീയം മതിരസ്യ രാജൻ നിയച്ഛമന്യും കഥദാസ്മ മാനഹ. അല്ലേ ഞങ്ങളൊന്നുമല്ല, അത് നൈസർഗികമായിട്ടുണ്ടായതാണ്. അവന് തന്നെ എങ്ങനെയോ കിട്ടിയതാണ്, അവൻ്റെ ജന്മനാലുള്ളതാണെന്ന് നമ്മൾ പറയുന്നത്. അതാണ് നൈസർഗികീയം. മത് പ്രണീതം, ഞാൻ പറഞ്ഞു കൊടുത്തതുമല്ല, വേറെ ആരും പറഞ്ഞു കൊടുത്തതുമല്ല. അങ്ങയുടെ കുട്ടിക്ക്, അത് ഇന്ദ്രശത്രുവായ അങ്ങയുടെ കുട്ടി ഇത് അങ്ങ് ഇന്ദ്രശത്രുവാണല്ലോ, അങ്ങയുടെ മകൻ. ഇത് നൈസർഗികീയം, അത് നൈസർഗികമായ ബുദ്ധിയാണ്, അല്ലാതെ ഞങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതല്ല. നാരദ ഉവാച ഗുരുണൈവം പ്രതിപ്രോക്തോ ഭൂയാസുരസുതം നചേത് ഗുരുമുഖീയം തേ കുതോ ഭദ്രാസതി മതിഹി. ഗുരുണൈവം പ്രതിപ്രോക്തോ ഭൂയാസുരസുതം നചേത് ഗുരുമുഖീയം തേ. അവിടെ നിർത്തുക. കുതോ ഭദ്രാസതി മതിഹി. ഇപ്രകാരം ഗുരുവിനാൽ മറുപടി പറയപ്പെട്ട അസുര, അതായത് മറുപടി കേട്ടിട്ട് ഈ ഹിരണ്യകശിപു പിന്നെയും പുത്രനെ പറഞ്ഞു. അഭദ്ര, അമംഗള സ്വഭാവമുള്ളവനെ എന്നാ പറഞ്ഞ, അഭദ്രനായവനെ ഗുരുമുഖി എന്ന ചെയ്ത്, ഗുരുമുഖത്തിൽ നിന്നല്ലെങ്കിൽ തേ അസതി മതി, നിൻ്റെ ബുദ്ധി, നിൻ്റെ ശോഭനമല്ലാത്തതായ, നിൻ്റെ നല്ലതല്ലാത്തതായ ബുദ്ധി എവിടെ നിന്നുണ്ടായി? പ്രഹ്ലാദ ഉവാച മതിർന്ന കൃഷ്ണേ പരതസ്വതോ വാമിതോഭിപദ്യേത ഗൃഹപ്രധാനാം അതാന്തഗോഭിർവിശദാം തമിശ്രം പുനഃപുനശ്ചർവിതചർവണാനാം. എന്നോട് വായിക്കാമേ. മതിർന്ന കൃഷ്ണേ പരതസ്വതോ വാമിതോഭിപദ്യേത ഗൃഹപ്രധാനാം അതാന്തഗോഭിർവിശദാം തമിശ്രം പുനഃചർവിതചർവണാനാം. ആ ഗൃഹത്തിൽ വ്രതത്തോടു കൂടിയവരും പിന്നെ അടക്കമില്ലാത്ത ഇന്ദ്രിയത്തോട് നിമിത്തവും അന്ധതാമിശ്രമായ നരകത്തിൽ പ്രവേശിക്കുന്നവരുമായ പിന്നെയും ചർവണാനും ചവച്ചതിനെ തന്നെ വീണ്ടും ചവയ്ക്കുന്നവരുമായ ആയവർക്ക്
കൃഷ്ണേ മതി കൃഷ്ണനിൽ ബുദ്ധി, കൃഷ്ണേ മതി ബുദ്ധി, കൃഷ്ണനിൽ ബുദ്ധി പരത അന്യനിൽ നിന്നോ സ്വതേ തന്നെയോ അന്യോന്യ സഹായത്താലോ ഉണ്ടാവുകയില്ല. പ്രഹ്ലാദൻ പറയുക. അപ്പോൾ എന്തോ കാരണമുണ്ട് പ്രഹ്ലാദൻ പറയുക. നദേവിദു സ്വാർത്ഥഗതിം ഹി വിഷ്ണും ദുരാശയായേ ബഹിരർദ്ധമാനിന അന്ധാ യഥാ അന്ധൈരുപനീയമാനാഹ തേബീശതന്ത്യാമുരുദാംനി ബദ്ധാഹ. ഒന്നുകൂടെ വായിക്കാമേ. നദേവിദു സ്വാർത്ഥഗതിം ഹി വിഷ്ണും ദുരാശയാ യേ ബഹിരർത്ഥമാനിനഃ അന്ധാ യഥാന്ധൈർ ഉപനീയമാനാഹ തേബീശതന്ത്യാമുരുദാംനി ബദ്ധ. വാചീശ എന്ന് ഒരു പാഠഭേദം പറയുന്നുണ്ട് കേട്ടോ. ദുഷിച്ചിരിക്കുന്ന മനസ്സോടുകൂടിയവരും പുറമേയുള്ള വിഷയങ്ങളിലോട്ട് പരമാർത്ഥ ബുദ്ധിയുള്ളവരും ആരാണോ അവർ തന്നിൽ തന്നെ ആ പുരുഷാർത്ഥത്തെ അന്വേഷിക്കുന്നവരാൽ പ്രാപിക്കപ്പെടുവാൻ, അതായത് മോക്ഷത്തെ ആഗ്രഹിക്കുന്നവരാൽ പ്രാപിക്കപ്പെടുവാൻ, അതായത് വിഷ്ണുവിനെ ആശ്രയിച്ചാൽ മോക്ഷം എളുപ്പമാണ്. വിഷ്ണുവിനെ അറിയുന്നില്ല, അവരന്ധന്മാരാകയാൽ ഉപനയിക്കപ്പെടുന്ന യഥാ അന്ധന്മാരെ പോലെ അവരും ഉരുദാംനി ബാഹുക്കളായ ദാമങ്ങളോടുകൂടി, അതായത് പലതരത്തിലുള്ള ആഗ്രഹത്തോടുകൂടി ഈശ്വരൻ നിർമ്മിച്ച ഈ കയറിൽ കയറ് കണ്ടവിടെ എഴുതിയിട്ടുണ്ട് രജ്ജു, ബദ്ധരാണെന്ന്. രജ്ജു കയറാൽ ബന്ധിക്കപ്പെടുന്നവനായി തീരുന്നു. ബദ്ധ ഒരു ദാംനി ബദ്ധ. അപ്പോൾ നൈഷാമതിസ്ഥാപദുരുക്രമാഘ്രിം സ്പൃശത്യനർദ്ധാപഗമോ യഥർത്ഥ മഹീയസാമ്പാദരജോഭിഷേകം നിഷ്കിഞ്ചനാനാം ന വൃണീതയാവത്. വേദജ്ഞന്മാരും ഭഗവാന്റെ തത്വം അറിയുന്നില്ലെങ്കിൽ, വലിയ വേദജ്ഞന്മാരൊക്കെ ആയിരിക്കാം, പക്ഷേ അവൻ ഭഗവാന്റെ കാര്യം അറിയുന്നില്ലെങ്കിൽ പിന്നെ അറിയുന്നവരാരാകുന്നു? ആരുടെ ആശ്രയത്താൽ ഈ സംസാരക്ലേശം ഇല്ലാതാകുമെന്ന് കാണിക്കുന്നു? ആത്മസ്വരൂപനായ ആ മഹാവിഷ്ണുവിനെ മാത്രമല്ലാതെ വേറൊന്നിനെയും ലേശം പോലും കാംക്ഷിക്കാതെ എല്ലാം ത്യജിച്ച മഹാത്മാക്കളുടെ ആ ധൂളിയെ ശരണം പ്രാപിക്കാതെ, അത് മഹാത്മാക്കളുടെ എന്ന് പറഞ്ഞു, ഭഗവാന്റെ എന്ന് പറയുന്നില്ല കേട്ടോ, മഹാത്മാക്കളുടെ പാദധൂളിയെ ആശ്രയിക്കാതെ ഭഗവത് ദർശനം ഒരു കാരണവശാലും ഉണ്ടാകുന്നില്ല. അപ്പോൾ ആരെങ്കിലും ഉപദേശിക്കാൻ ഇല്ലാതെ തന്നെ നമുക്കൊരിക്കലും ഭഗവാനെ കാണാൻ പറ്റില്ല. അതാണ് എല്ലാവരും പറയുന്ന ഒരു സദ്ഗുരു നമുക്കുണ്ടായിരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാ. നമ്മൾക്കൊരു വഴി കാണിച്ച് തരാൻ ആളുണ്ടാകണം, അതാരോ ആയിക്കോട്ടെ. അപ്പോൾ അത് ഇല്ലാതെ തനിയെ വിചാരിച്ചാൽ കാണാൻ സാധ്യമല്ല എന്ന് വേദങ്ങളിലൊക്കെ അറിവുണ്ടായിരിക്കാം നമുക്ക്. പക്ഷേ ഭഗവാനെ കാണണമെങ്കിൽ ആ ഭഗവാനെ ഏകദേശം മനസ്സിലോ നമ്മുടെ എവിടെയെങ്കിലും നമ്മുടെ അനുഭവത്തിലോ അറിഞ്ഞവരുടെ ഒരു ശിക്ഷണത്തിലാണെങ്കിൽ അത് എളുപ്പമാണ്. അത് നാരദരുടെ കാര്യമായി പറഞ്ഞു വരുന്നത് ഇവിടെ കേട്ടോ, അല്ലാതെ സാധാരണക്കാരുടെ കാര്യമല്ല. നാരദരാണല്ലോ ഈ പ്രഹ്ലാദനെ രക്ഷിച്ച് കൊണ്ടുപോയത്. പ്രഹ്ലാദൻ ഗർഭസ്ഥ ശിശുവായിരുന്നപ്പോൾ തന്നെ ഈ കയാതു, അതായത് ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയെ ഇന്ദ്രൻ കൊല്ലാൻ വന്നപ്പോൾ ഈ പറഞ്ഞു, തെറ്റാണ് ഇന്ദ്ര, ഇത് ചെയ്യരുത്, ഞാൻ അവരെ കൊണ്ടുപോയിക്കൊള്ളാൻ. സ്ത്രീവധം, പ്രത്യേകിച്ച് ഗർഭിണിയായ സ്ത്രീയെ വധിക്കുന്നത് ഉത്തമമല്ല, ഞാൻ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. നാരദാശ്രമത്തിൽ എപ്പോഴും മഹാവിഷ്ണുവിൻ്റെ നാമം നാരായണ 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 മന്ത്രം കേട്ട് 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 ഉദരത്തിൽ കിടക്കുന്ന കുട്ടിക്ക് ബോധോദയമുണ്ടാകി. ആ കുട്ടിയാണ് പ്രഹ്ലാദൻ. അതുകൊണ്ടാണ് ആ സംസ്കാരം ഉണ്ടായത്. അതാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ളവരുടെ സാമീപ്യമാണ് ഇതിനെല്ലാം കാരണമെന്നാണ് ഒരു ചെറിയ അർത്ഥം പറയുവാണെങ്കിൽ അതിൻ്റെ ഒരു ചുരുക്കം, ചുരുക്കം അത്രയേ ഉള്ളൂ ഈ ശ്ലോകത്തിൻ്റെ. ഇത്യുക്തോ പരതം പുത്രം ഹിരണ്യകശിപൂരുഷ അന്ധീകൃതാത്മാ സ്വൽസംഗാത് നിരസ്യത മഹീതലെ. പെട്ടെന്ന് ഇറക്കി വിട്ടു മടിയിൽ നിന്ന്. ഇടയ്ക്കേറ്റി വലിയ ലോഹിയൊക്കെ പറഞ്ഞിരുത്തിയതാ. പെട്ടെന്ന് മടിയിൽ നിന്ന് സോത്സംഗാത് തൻ്റെ മടിയിൽ നിന്ന് മഹീതലെ ഭൂമിയിലോട്ട്, മഹിഭൂമി മടിയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞു പോകാൻ പറഞ്ഞത്. ആഹാമർഷരുഷാവിഷ്ട കഷായീ ഭൂതലോചന വധ്യതാമാശ്വയം വധ്യോ നിസ്സാരയത നൈർഹൃദാഹ
അമർഷത്തോടു കൂടിയ രോഷത്താൽ വ്യാപിക്കപ്പെട്ടും കഷായീഭൂതലോചന കലങ്ങിയ നേത്രങ്ങളോടും കൂടിയവനുമായിട്ട് പറഞ്ഞു. എന്ന് കേട്ടപ്പോഴേ ഓർത്തോണം പറഞ്ഞു. നൈർഹൃത രാക്ഷസന്മാരെ ഏനം ഇവനെ ദൂരെ കൊണ്ടുപോകുവിൻ. ആശുവധ്യതാം പെട്ടെന്ന് തന്നെ വധിച്ചു കളയുക. അയം ഇവൻ വധാർഹനാണ്. ഇവൻ കുലത്തിന് ദോഷം ഉണ്ടാക്കുന്നവനാണ്. നമ്മുടെ അസുരകുലത്തിന് ദോഷം ഉണ്ടാക്കുന്നവനാണ്. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഇവനെ കൊണ്ടുപോയി എവിടെയും ദൂരെ കൊണ്ടുപോയി വധിച്ച് കളഞ്ഞേക്കാൻ പറഞ്ഞു. അയം മേ ഭ്രാതൃഹ സോയം ഹിത്വാ സ്വാൻ സുഹൃദോധമഹ പിതൃവ്യഹന്തുര്യപ്പാദൗ വിഷ്ണോർദാസവദർച്ചതി. അയം മേ ഭ്രാതൃഹ സോയം അവിടെ നിർത്തണം. ഹിത്വാ സ്വാൻ സുഹൃദോധമഹ പിതൃവ്യഹന്തുര്യപ്പാദൗ വിഷ്ണോർ ദാസവദർച്ചതി. ഇവൻ തൻ്റെ സഹോദരനെ ഹനിച്ചവനാണ്. അതുകൊണ്ട് എനിക്കൊരിക്കലും സ്വന്തം സുഹൃത്തുക്കളെ ഉപേക്ഷിച്ചിട്ട് ആ പിതൃ സഹോദരനെ വധിച്ചവനായ വിഷ്ണുവിൻ്റെ പാദങ്ങളെ ദാസവദർച്ചതി ദാസനെ പോലെ അർച്ചിക്കുന്ന ഇവന് അധമനാണ്. തീർച്ചയായിട്ടും ഇവൻ അധമനാണ് എന്ന് വീണ്ടും വീണ്ടും പറയുക. വിഷ്ണോർവാസാധ്വസൗഖിന്നോ കരിഷ്യത്യസമഞ്ജസ സൗഹൃദം ദുസ്ത്യജം പിത്രോർ ആഹാദ യപ്പഞ്ചഹായനാം. വിഷ്ണോർവാ സാധ്വസൗഖിന്നു കരിഷ്യത്യസമഞ്ജസഃ സൗഹൃദം ദുസ്ത്യജം പിത്രോർ അഹാദ യപ്പഞ്ചഹായനാം. അസമഞ്ജസ അയോഗ്യനായ ഇവൻ വിഷ്ണുവിന് കിന്നു സാധുകരിശ്ശേരി എന്തുപകാരം ചെയ്യും? പിതാക്കന്മാരുടെ പേരിലുള്ള ദുസ്ത്യജം വേണ്ടാന്ന് വെച്ച് കളയാൻ സാധ്യമല്ലാത്ത ആ സൗഹൃദത്തെ പഞ്ചഹായന, അതായത് കേവലം 5 വയസ്സുള്ള യവൻ എങ്ങനെയാണത് കളഞ്ഞത്? മനസ്സിൽ നിന്ന് ആ വൈരാഗ്യം, തൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠനെ കൊന്ന ഈ ആളോട് മഹാവിഷ്ണുവാണല്ലോ കൊന്നത്. ആ മഹാവിഷ്ണുവിനോട് എങ്ങനെ ഇങ്ങനെ ഒരു സൗഹൃദമുണ്ടായി? പരോപ്യപത്യം അപത്യം പരോപ്യപത്യം ഹിതകൃത് യഥൗഷധം സ്വദേഹജോപ്യാമയവത് സുതോഹിതഃ ചിന്ത്യാത് തദംഗം യദുതാത്മനോഹിതം ശേഷം സുഖം ജീവതി യത് വിവർജനാത്. ഇവന് എൻ്റെ പുത്രനാകയാൽ എങ്ങനെ വധിക്കുമെന്ന് നിങ്ങൾക്ക് ഒരു വിഷമവും ഉണ്ടാകണ്ട. എന്തുകൊണ്ടെന്നാൽ ഹിതം ചെയ്യുന്ന ഒരുവൻ അന്യനായിരുന്നാലും അവനെ പുത്രനായിട്ട് വിചാരിച്ച് സംരക്ഷിക്കണം. നമ്മളോട് ഒട്ടി നിൽക്കുന്നവനാണ്. ശരീരത്തിന് ഹിതമായ ഔഷധം കാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് വീട്ടിൽ നട്ടു നനച്ച് വളർത്തി രക്ഷിക്കാറുണ്ടല്ലോ. ഹിതകാരിത്വമാണ് പുത്രലക്ഷണം. അതായത് എൻ്റെ ഹിതത്തിന് നിൽക്കുക എന്നതാണ് പുത്രൻ്റെ ലക്ഷണം. അവനത് അല്ലല്ലോ, അപ്പോൾ പിന്നെ ദോഷകാരിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവനെ ഇല്ലാതാക്കുക തന്നെ വേണം. നിങ്ങളതിന് എൻ്റെ പുത്രനാണെന്ന് വിചാരിച്ചാൽ കൊല്ലാതെ ഒന്നും വിടണ്ട, അവനെ കൊന്നു കളഞ്ഞേക്കാൻ. സർവൈരുപായൈർഹന്തവ്യ സംഭോജ ശയനാസനൈഃ സുഹൃദ് ലിംഗധരശത്രുർ മുനേർ ദുഷ്ടം ഇവേന്ദ്രിയം. സർവൈരുപായൈർഹന്തവ്യ സംഭോജ ശയനാസനൈഃ സുഹൃദ് ലിംഗധരശത്രുർ മുനേർ ദുഷ്ടം ഇവേന്ദ്രിയം. പുത്രഭാവത്തിലിരിക്കുന്ന ഇവൻ പരമാർത്ഥത്തിൽ ശത്രുവായതുകൊണ്ട് ഭക്ഷണ പദാർത്ഥത്തിൽ വിഷം ചേർത്ത് കൊടുത്തിട്ടോ ഉറങ്ങുന്ന സമയത്തിൽ ശസ്ത്രപ്രയോഗം കൊണ്ടോ വിശ്വാസപൂർവ്വം ഒരുമിച്ചിരിക്കുന്ന തക്കം നോക്കി അടിച്ചിട്ടോ എങ്ങനെയെങ്കിലും ഏതു വിധത്തിലെങ്കിലും കൊന്നുകളയാനാണ്. പല വിധത്തിലാണ് പറയുന്നത്. നൈർഹൃതാസ്തേ സമാദിഷ്ട ഭർത്താവൈ ശൂലപാണയാത്തിക്മ ദംഷ്ട്ര കരാളാസ്യാഹ താമ്ര ശ്മശ്രു ശിരോരുഹാം. ഒന്നുകൂടെ വായിക്കാമേ. നൈർഹൃതാസ്തേ രാക്ഷസന്മാരാ. നൈർഹൃതാസ്തേ സമാദിഷ്ട ഭർത്താവൈ ശൂലപാണയഃ തിഗ്മ ദംഷ്ട്ര കരാളാസ്യാഹ. പിന്നെ സ വെട്ടിട്ട് താമ്ര കോമ ശ്മശ്രു ശിരോരുഹ ചെമ്പിച്ച മുഖരോമങ്ങളോടും തലമുടികളോടും കൂടിയവനും ശൂലപാണി കൈകളിൽ ശൂലം ധരിച്ചവരുമായ ഈ രാക്ഷസന്മാർ ഭൈരവന്മാർ അവരുടെ ഭയങ്കരമായ ശബ്ദങ്ങളെ ഉണ്ടാക്കുന്നത് നദന്ത ഛേദിക്കുക ഭിന്തി ഭേദിക്കുക. അങ്ങനെ ഇനി അടുത്തതാ. നദന്തോ ഭൈരവാൻ നാദാൻ
ചിന്തിഭിന്ദീതി വാദിനഹ അസീനം ചാഹനൻ ശൂലൈ പ്രഹ്ലാദം സർവമർമ്മ സകല മർമ്മങ്ങളിലും ശൂലങ്ങൾ കൊണ്ട് ഹനിച്ചു അവരെ. ഈ കേട്ട രാക്ഷസന്മാർ. പരേ ബ്രഹ്മണ്യനിർദ്ദേശ്യേ ഭഗവതി അഖിലാത്മനി അഖിലാത്മനി എന്ന് വായിച്ചാൽ മതി. പരേ ബ്രഹ്മണ്യനിർദ്ദേശ്യേ ഭഗവത്യഖിലാത്മനി യുക്താത്മന്യഫല ആസൻ ന പുണ്യസ്യേവ സത്ക്രിയാം. അഖിലാത്മനി അഖിലത്തിൻ്റെയും ആത്മസ്വരൂപനായും ഭഗവതി ഐശ്വര്യപൂർണനായും അനിർദ്ദേശ്യേ വാക്കിന് വിഷയമല്ലാത്തവനായും ബ്രഹ്മണി പരേ നിർവികാരനുമായിരിക്കുന്ന ഭഗവാനിൽ യുക്താത്മനി യോജിച്ച മനസ്സോടുകൂടി അവനിൽ അപുണ്യസ്യ പുണ്യം ഇല്ലാത്തവൻ്റെ സത്ക്രിയ ഇവ സത്പ്രവൃത്തികൾ എന്ന പോലെ ആസൻ അഫലങ്ങളായി ഭവിച്ചു. ഇവർ ചെയ്തതൊന്നും അവനെ ഏറ്റില്ല. വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രഹ്ലാദനെ ഈ വക ദണ്ഡങ്ങളൊന്നും ഏറ്റില്ല. പ്രയാസേ പഹതേ തസ്മിൻ ദൈത്യേന്ദ്ര പരിശങ്കിതഃ ചകാര തദ്വഥോപായാൻ നിർബന്ധേന യുധിഷ്ഠിര. പ്രയാസേ പഹതേ തസ്മിൻ അവിടെ നിർത്തുക. ദൈത്യേന്ദ്ര പരിശങ്കിതഃ ചകാര തദ്വഥോപായാൻ നിർബന്ധേന യുധിഷ്ഠിര. രാക്ഷസന്മാരുടെ ഈ ശൂലാദികൾ കൊണ്ടുള്ള പ്രഹരങ്ങളെല്ലാം നിഷ്ഫലമായപ്പോൾ ഹിരണ്യകശിപുവിന് തൻ്റെ മരണത്തിൽ കാരണഭൂതനായി ഇവൻ വരുമോ എന്നൊരു പേടി. ഏതെങ്കിലും വിധത്തിൽ ഹനിക്കണമെന്നുള്ള നിർബന്ധത്തോടുകൂടി പലവിധ വധിക്കാനുള്ള ഉപായങ്ങൾ പ്രയോഗിച്ചു നോക്കി. ദിഗ്ഗജൈർദന്തശൂകൈശ്ച അഭിചാരാവപാതനൈഃ മായാഭിസന്നിരോധൈശ്ച ഗരദാനൈരഭോജനൈഃ. ഗര കഴിഞ്ഞ് കോമായിട ദാനൈരഭോജനൈഃ. ഇവൻ്റെ അത് ഒരുപാട് കിമവായു അഗ്നിസലിലൈ പർവ്വതാക്രമണൈരപി ന ശശാക യഥാ ഹന്തും അപാപം അസുര സുതം. ഹന്തും ന ആക്കുക, പിന്നെ മാ വെട്ടിയിട്ട് അപാപം അസുര സുതം എന്നാക്കുക ആ വാക്ക് കേട്ടോ. ന ശശാക യഥാ ഹന്തും അപാപം അസുരസുതം ചിന്താം ദീർഘതമാം പ്രാപ്തഃ തത് കർത്തും നാഭ്യപദ്യത. ദിഗ്ഗജങ്ങളെ കൊണ്ടും പാമ്പുകളെ കൊണ്ട് കടിപ്പിച്ചു. പ്രവൃത്തികളൊക്കെ നടത്തി അവപാദനങ്ങൾ കൊണ്ടും മായാവിദ്യകൾ കൊണ്ട് വേണ്ട വിധം വരുത്തിക്കൊണ്ട് കൊടുത്തുകൊണ്ട് ഉപവാസങ്ങൾ കൊണ്ട് ഭക്ഷണം കൊടുക്കാതെ ഇട്ട് ഹിമവായു അഗ്നി സലിലൈ മഞ്ഞ വായു അഗ്നി ജലം ഇവയെല്ലാം കൊണ്ടും പർവ്വതങ്ങളുടെ പൊക്കത്തിൽ കയറിയിട്ട് താഴോട്ട് എറിഞ്ഞു. ഇതെല്ലാം തരണം ചെയ്തു ഭഗവാൻ, രക്ഷിച്ചു. അവിടെയെല്ലാം ഭഗവാൻ വന്ന് ഈ പ്രഹ്ലാദനെ തൻ്റെ ഭക്തൻ ആരാണ്? ഹിരണ്യകശിപു, തൻ്റെ ശത്രുവായ ഹിരണ്യകശിപുവിൻ്റെ മകനാണ്. അവിടെ അത് വിഷയമേ അല്ല ഭഗവാന്. തൻ്റെ ഭക്തനാണോ അത് മാത്രമേ ഭഗവാൻ നോക്കുന്നുള്ളൂ. നമ്മളാണ് ജാതി ഭേദങ്ങളെല്ലാം പറഞ്ഞ് ഭഗവാൻ നമ്മുടേതാണ്. ഭഗവാൻ എല്ലാവരുടേതുമാണ്, ആരുടേതുമല്ല, ഒരു ജാതിയുടേതുമല്ല, എല്ലാവരുടേതുമാണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രഹ്ലാദ ചരിത്രം ഇത്ര വിശദീകരിച്ച് എഴുതിയിരിക്കുന്നതെന്ന് അല്പമെങ്കിലും ബോധമുള്ളവർ മനസ്സിലാക്കുക. ഇവിടെ ഇതിനകത്ത് യാതൊരു ഭേദങ്ങളുമില്ല. ഭഗവാന്റെ ഭക്തരാണോ? അതിപ്പം നമ്മുടെ മഹാവിഷ്ണു ഭക്തനാകണമെന്നില്ല, ഈശ്വര ഭക്തൻ, അതായത് നമ്മളിൽ നിന്ന് അന്യമല്ലാത്തതായ നമ്മളിലുള്ള ആ ചൈതന്യത്തെ ഈശ്വരനായിട്ട് കാണുന്നവരെല്ലാം ഭക്തന്മാരാണ്. അപ്പം നമ്മൾ സ്നേഹിക്കാതിരിക്കുന്നില്ല. അപ്പം നമുക്ക് മറ്റുള്ള ജീവികളോട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിലിരിക്കുന്നതിനോട് സ്നേഹം വരും. അപ്പോൾ എല്ലാവരോടും ഒരേ രീതിയിൽ സമഭാവനയോട് കാണുന്ന ഒരാൾ ഭക്തനാണ്. ഭക്തൻ ആരാണെന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലേ. എല്ലാവരെയും സമഭാവനയോട് കാണുക, എല്ലാത്തിനെയും സമഭാവനയോട് ചിന്തിക്കുക. നല്ലത് മാത്രം വരും, നല്ലതായിരിക്കാം. അത് വലിയൊരു കുഴപ്പത്തിൻ്റെ കാര്യങ്ങളായിട്ടാണ് പറയുന്നതെങ്കിൽ അതും നന്നാകാം. ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അത് ശരിയായിട്ട് വരാമെന്ന് ചിന്തിച്ചാൽ മതിയല്ലോ. അപ്പോൾ അത് അങ്ങനെയുള്ള ചിന്തയുള്ളവർ, അതായത് നല്ല ചിന്തകൾ മനസ്സിലുള്ളവർ, നല്ല വാക്കുകൾ പറയുന്നവർ,
അന്യര് ഇത് ഒരു മനുഷ്യനാകണമെന്നില്ല, എന്തിനോട് സഹജീവികളോട് സമഭാവന കാണിക്കുന്നവന്, ദ്വന്ദ്വങ്ങളിൽ സമമായിരിക്കുന്നവൻ, ഇവനൊക്കെയാണ് ഭക്തർ. അപ്പോൾ അതൊക്കെ അതിൻ്റെ എല്ലാ ഉത്തമ ഉദാഹരണമാണ്. അല്ലാതെ അവിടെ വേറെ ഒരു അസുരനാണെന്നോ രാക്ഷസനാണെന്നോ ഒന്നും പറയുന്നില്ല. അതിൻ്റെ ഒന്നും അവിടെ ഇതില്ല. ആ പ്രവൃത്തിയാണ് അച്ഛൻ്റെ പ്രവൃത്തി, ഇത് മകൻ്റെ പ്രവൃത്തി വേറൊന്ന്. അപ്പം മകൻ ഭക്തനായി, അച്ഛൻ ഭക്തനല്ല. അത്രയേ ഉള്ളൂ ഇവിടെ വ്യത്യാസം. യേശമേ ബഹു അസാധോക്തോ വധോപായാശ്ച നിർമ്മിതാഃ തൈസ്തൈർ ദ്രോഹൈര അസദ്ധർമ്മൈർ മുക്തസ്വേന ഇവ തേജസ. തൈസ്തൈർ ദ്രോഹൈർ അസദ്ധർമ്മൈർ അസദ്ധർമ്മൈ നിഷിദ്ധ കർമാനുഷ്ഠാനങ്ങൾ ചെയ്ത് ഹിരണ്യകശിപുവിനുണ്ടായ ആ ചിന്താസ്വരൂപത്തെ ഈ 3 ശ്ലോകം കൊണ്ട് കാണിക്കുന്നു. ഇവനോട് പരുഷ വാക്കുകൾ പലതും പലപ്പോഴായി പറഞ്ഞു നോക്കി, ഒരു ഫലവുമില്ല. അതുപോലെ ഭയങ്കര ദ്രോഹങ്ങൾ കൊണ്ട് നിഷിദ്ധങ്ങളായ ആഭിചാര കർമ്മങ്ങൾ ചെയ്തിട്ടും വധിക്കാനുള്ള പല ഉപായങ്ങൾ പ്രയോഗിച്ച് നോക്കി, അതും നിഷ്ഫലമായി. അത് ആപത്തുകൾക്കൊന്നും അവനെ തൊടാൻ പോലും സാധിച്ചില്ല എന്നാണ് പറയുന്നത്. തൈസ്തൈർ ദ്രോഹൈർ അസദ്ധർമ്മൈർ വർത്തമാനോ വിദൂരേ വൈ ബാലോപ്യജഡധീരയം ന വിസ്മരതി മേനാര്യം ശുനശേഭ ഇവ പ്രഭുഃ. കിട്ടിയ വാക്കുകളെല്ലാം വർത്തമാനേ വിദൂരേ വൈ ബാലോപ്യജഡധീരയം ന വിസ്മരതി മേനാര്യം ശുനശേഭ ഇവ പ്രഭോ. അവിദൂരെ ഒരുപാട് അകലത്തിലല്ലാതെ എന്ന് വെച്ചാൽ സമീപത്തിൽ, അടുത്ത്. അവിദൂരെ ഒരുപാട് ദൂരത്തിലല്ലാതെ അടുത്ത് തന്നെ വസിക്കുന്നവനും, ബാലഹ അപ്പി ബാലനാണെങ്കിലും അജഡധി അചഞ്ചലമായ ബുദ്ധിയോടുകൂടിയ പ്രഭു സമർത്ഥനായ ഇവൻ ശുനശേഭ ശുനശേഭൻ എന്ന പോലെ അനാര്യം എൻ്റെ ദുഷ്പ്രവൃത്തിയെ വിസ്മരിക്കുകയില്ല. ഇത്രയൊക്കെ ഞാൻ ദുഷ്പ്രവൃത്തി ചെയ്തത്, അതുകൊണ്ട് അവനിത് വിസ്മരിക്കുകയില്ല. ആ കഥ ഇങ്ങനെ ശുനശേഭൻ്റെ കഥ നമ്മൾ ദേവീഭാഗവതത്തിലൊക്കെ വിസ്തരിച്ച് കേൾക്കുന്ന അജീകീർത്തൻ്റെ മധ്യമപുത്രനായ ശുനശേഭൻ്റെ മാതാപിതാക്കന്മാർ ഹരിശ്ചന്ദ്രനെ വിലയ്ക്ക് വിറ്റു. അത് ആ ഒരു കഥ കേട്ടിട്ടില്ലേ? അവൻ ആ പ്രവൃത്തിക്ക് പകരം ചെയ്യാനായിട്ട് വിശ്വാമിത്രൻ്റെ കക്ഷിയിൽ ചേർന്ന മാതാപിതാക്കന്മാർക്ക് എതിരെ ഉണ്ടാക്കത്തക്ക രീതിയിൽ ഉണ്ടായ ഒരു കഥയുണ്ട്. അത് ഇവിടെ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഈ ശുനശേഭ എന്ന് പറഞ്ഞപ്പം അത് അങ്ങനെ അത് നമുക്കിപ്പോൾ ഇവിടെ വിഷയമല്ല. അപ്രമേയ അനുഭാവോയം അകുതശ്ചിത് ഭയോ അമരഹ നൂനമേതദ് വിരോധേന മൃത്യുർമേ ഭവിത നവ. അപ്രമേയാനുഭാവോയം അകുതശ്ചിത് ഭയോ അമരഹ നൂനമേതത് വിരോധേന മൃത്യുർമേ ഭവിത നവ. അങ്ങനെ ഒരുപാട് അനുഭവത്തോടു കൂടിയവനും ഒന്നിൽ നിന്നും ഭയമില്ലാത്തവനും മരണമില്ലാത്തവനുമാകുന്നു ഇവൻ. നിശ്ചയമാണ്. ഏതത് വിരോധേന ഇവൻ്റെ വിരോധത്താൽ മേ മൃത്യു, എൻ്റെ മൃത്യു, എനിക്ക് മൃത്യു ഭവിക്കും. അത് മറ്റും വിധത്തിൽ ഇവനെക്കൊണ്ട് തന്നെയായിരിക്കും എൻ്റെ മരണം ഉണ്ടാകുന്നത്, മറ്റു വിധത്തിലൊന്നും ഭവിക്കയില്ല. ഒരു തിരിച്ചറിവുണ്ടായി കേട്ടോ ഏതായാലും ഹിരണ്യകശിപുവിന്. ഇതിദം ചിന്തയാ കിഞ്ചിത് മ്ലാനശ്രിയം അധോമുഖം ഷണ്ടാമർക്കാവൗശനസൗ അങ്ങനെ വായിക്കണേ. ഷണ്ടാമർക്കാവൗശനസൗ വിവിക്ത ഇതി ഹോചതോ. ഇത് ചിന്തയായി. ഇങ്ങനത്തെ ചിന്ത കൊണ്ട് കിഞ്ചിത മ്ലാനശ്രിയം വളരെ വാടിയ മുഖത്തോടെ മുഖം താഴ്ത്തിയിരിക്കുന്ന അവനെ ഔശനസിൻ്റെ അതായത് ശുക്രമുനി, ഔശനസ് എന്ന് പറഞ്ഞാൽ ശുക്രമുനി, അദ്ദേഹമാണല്ലോ കുലഗുരു ഇവരുടെ ഹിരണ്യകശിപുവിൻ്റെയൊക്കെ. അപ്പോൾ അസുരന്മാരുടെ പുത്രന്മാരായ ആരായിരുന്നു? ഷണ്ടാമർക്കന്മാർ, 2 പേരാ ഷണ്ടാമർക്കന്മാർ. വിവിക്തേ അവിടെ പ്രവേശിച്ചിട്ട് ഇതിഹ ഊചതു ഇങ്ങനെ പ്രവചിച്ചു, ഇങ്ങനെ പറഞ്ഞു. ജിതം ത്വയൈകേന ജഗത്രയം ഭ്രുവോർ വിജൃംഭണത്രസ്ത സമസ്തധിഷ്ണ്യപം ന തസ്യ ചിന്യം തവ നാഥ ചക്ഷ്മഹേ ന വൈ ശിശൂനാം ഗുണദോഷയോഃ പദം. ജിതം ത്വയൈകേന ജഗത്രയം ഭ്രുവോർ വിജൃംഭണത്രസ്ത സമസ്തധിഷ്ണ്യപം ന തസ്യ ചിന്യം തവ നാഥ ചക്ഷ്മഹേ ന വൈ ശിശൂനാം ഗുണദോഷയോഃ പദം.
രണ്ട് ശ്ലോകം അവരുടെ വാക്കുകളാണ്. ഭ്രൂക്കളുടെ പുരികങ്ങളുടെ ചലനമാത്രത്താൽ ലോകപാലന്മാർ സകലരും ഭയപ്പെട്ട് ഓടിയതിനാൽ ഏകനായ അങ്ങ് ഒരു പ്രയാസവും കൂടാതെ 3 ലോകങ്ങളെയും ജയിച്ചിരിക്കുന്നതല്ലേ. ഇപ്പം ഹിരണ്യകശിപുവിനോട് പറയുക, അതായത് ഭ്രുവോ എന്ന് പറഞ്ഞാൽ ഭ്രുവം എന്ന് പറഞ്ഞാൽ പുരികങ്ങളുടെ ഒരു ചലനം കൊണ്ട് അങ്ങക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവനും പിന്നെ ലോകപാലന്മാരെയും ഭയപ്പെട്ട് ഓടിക്കാൻ സാധിച്ച അങ്ങ് ഏകനായിട്ട് ചെയ്തത് അങ്ങക്ക് പ്രയാസം കൂടാതെ 3 ലോകങ്ങളെയും ജയിച്ചതാണ് അല്ലയോ സ്വാമിന്. അത്ര ശൂരനായ അങ്ങക്ക് എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? ഞങ്ങൾ ഒരു കാരണവും കാണുന്നില്ല. പ്രഹ്ലാദൻ ശത്രുപക്ഷത്തിൽ ചേർന്നിരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കത്തക്കതല്ലല്ലേ ആണോ എന്നാണ് അങ്ങയുടെ വിചാരമെങ്കിൽ ബുദ്ധി ഇറക്കാത്ത കുട്ടികളുടെ ചരിത്രം ഗുണദോഷ ചിന്തനത്തിനൊരു വിഷയമല്ല. കുഞ്ഞു കൊച്ചല്ലേ, അത് വിട്ടേക്ക് എന്ന് പറഞ്ഞു. ഇമം ദുപാശൈർവരുണസ്യ ബദ്ധ്വാ നിധേഹി ഭീതോ ന പലായതേ യഥാ ബുദ്ധിശ്ച പുംസോ വയസാര്യ സേവയാ യാവത് ഗുരുർഭാർഗവ ആഗമിഷ്യതി. ഇപ്പോൾ എന്തു ചെയ്യണമെന്ന് ഉപദേശിക്കുക. ഇവനെ വരുണപാശം കൊണ്ട് ബന്ധിക്കണം. ഭയപ്പെട്ട് ഓടാതിരിക്കത്തക്ക വിധം ഒരു സ്ഥാപനത്തിൽ വെച്ച് സൂക്ഷിക്കണം. ഞങ്ങളുടെ പിതാവായ അങ്ങയുടെ ആചാര്യൻ, ഞങ്ങളുടെ പിതാവാണല്ലോ ശുക്രാചാര്യൻ, ആ ശുക്രമുനി വരുന്നത് വരെ ആ നിലയിൽ കിടക്കട്ടെ. വയസ്സ് കുറേ അധികരിക്കുന്നത് കൊണ്ടും ആര്യ സംസർഗം കൊണ്ടും ജനങ്ങൾ ബുദ്ധിദോഷം നീങ്ങി നല്ല മാർഗത്തിൽ പ്രവേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവനെ ഒരു ജയിലിലടയ്ക്കാം, എന്നിട്ട് ഞങ്ങളുടെ കൂടെ അവിടെ കിടത്താം. അപ്പോൾ കുറേ കഴിയുമ്പോൾ അവന് മനസ്സിലാകും തന്നെ എന്ന് പറയുക. ഒന്നുകൂടെ വായിക്കാതെ, ഇമം ദുപാശൈർ വരുണസ്യ ബദ്ധ്വ, വരുണപാശം കൊണ്ട് ബദ്ധ്വ നിധേഹി ഭീതോ ന പലായതേ യഥാ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് എങ്ങോട്ടും പോവുകയില്ല. ബുദ്ധിശ്ച പുംസോ ആര്യ സേവയാ, അവിടെ ആര്യന്മാരുടെ സംസർഗം കൊണ്ട് യാവത് ഗുരുർ ഭാർഗവ ഗമിഷ്യതി, അതായത് ശുക്രമുനി വരുന്നിടം വരെ അവിടെ കിടക്കട്ടെ. ഹരി ഓം. ഇവിടെ നമുക്ക് നിർത്താം 50-ാമത്തെ ശ്ലോകത്തിൽ. ഹരി ഓം.